പാരാ പതീത പാവന. പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾക്ക് ഇത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ മുഖം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ കാണൂട്ടാ, വളരെ വൃത്തിയായിട്ട് തന്നെ കാണൂ. കണ്ടില്ലേ? എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ്. അവർ ജോലിക്ക് വേണ്ടിയുള്ള സമരമാണ്, നിയമിക്കണം എന്നുള്ളതാണ്. 100 റാങ്കിൻ്റെ ഉള്ളിലും 2ാം റാങ്ക് 3ാം റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ അവിടെ സമരം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഇവർ കരഞ്ഞോണ്ട് പറയുന്ന കാര്യം ഒന്ന് കേട്ടോളൂ. അല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾക്ക് ഇത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 2 മാസം സമയത്തിനുള്ളിൽ ഈ മറുപടി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ജോലി വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പരിശോധിച്ച് നടപടി എടുക്കും. മാക്സിമം ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ്, നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യം ചെയ്തു തരും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഉറപ്പേ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ PSCയുടെ എവിടൊക്കെയാണ് ഒഴിവുള്ളത് അല്ലേ, എവിടൊക്കെയാണ് ഒഴിവുള്ളത് ആ ഒഴിവൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് നിങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിയമിക്കും എന്ന് പറയുന്നൊരു വർത്തമാനം കൂടി ഉണ്ട്. അതൊന്ന് കേൾക്കാം കേട്ടോ. കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇനി വരുന്ന ഗവൺമെന്റ്. കണ്ടോ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്ന അതേ പെൺകുട്ടി തന്നെയല്ലേ ഇവിടെ VD സതീശൻ മേനോനോട് ചോദ്യം ചോദിക്കുന്നത് അല്ലേ? ആണ്. ഇനി ചോദ്യം കേക്ക്. അത് ആ ഭാഗത്ത് നിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇതും പറയുകയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും 1 കൊല്ലവും 2 കൊല്ലമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കാൻ പോകാം. സർ, അന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയ വാർമതി എന്ന അധ്യാപിക ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ മരണം വരെ നിരാഹാരം. മനസ്സിലായോ? ആ ഉറപ്പ് കൊടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. AI വീഡിയോ ഒന്നല്ല കേട്ടോ, അങ്ങനെ ആരും കരുതല്ലേ. ആ അധ്യാപിക ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ? ഇന്ന് മരണം വരെ നിരാഹാരം കിടക്കുകയാണ്. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. പിണറായി വിജയൻ സഖാവൊക്കെ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല, പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ പോരെ അല്ലേ? ഒരവസ്ഥകളെ. ബൈ.